നസ്രാണി, നസ്രാണിന്റെ ചാരി സഞ്ചരിക്കുന്നവൻ, തനി നസ്രാണിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആഘോഷങ്ങൾ എന്നും കണ്ണിന് കുളിരും മനസ്സിന് സന്തോഷവും പകരുന്നതാണ്. എന്നാൽ ഈ ആഘോഷങ്ങൾ ക്രൈസ്തവ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നുവെങ്കിൽ അത് എത്ര ഉപകാരപ്രദമായേനെ. മൺമറഞ്ഞു പോയ പഴയകാല തലമുറകൾ ഈ ക്രൈസ്തവത മുറുകെ പിടിച്ചവരായിരുന്നു. അന്യം നിന്ന് പോകുന്ന നമ്മുടെ പരമ്പരാഗത കലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എൻ്റെ പേര് പോള്, തൃശ്ശൂർ ജില്ല തലൂർ ദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എല്ലാ ശനിയാഴ്ചയും ശരിക്കും പറഞ്ഞാൽ അമ്മ വിളിച്ചേനിപ്പിച്ച് പള്ളിയിലേക്ക് വിടും. അന്ന് കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ടില്ലെങ്കിൽ അമ്മ കഞ്ഞി തരില്ല. അന്ന് കഞ്ഞി എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. കാരണം അന്ന് പ്രാരാബ്ദം പഞ്ഞം കൂടുതലുള്ള സമയമായിരുന്നു. അന്ന് ഈ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാൻ പള്ളിയിലേക്ക് പോവും, കുർബാന കാണും, കുമ്പസാരിക്കും, കുർബാന കൈക്കൊള്ളും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ 9 മക്കളാണ്. 9 മക്കളിൽ ആണിൽ രണ്ടാമത്തെ ആണാണ് ഞാൻ. ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അതിൻ്റെ കാരണം അമ്മയുടെ പ്രാർത്ഥനയാണെന്ന് ഞാൻ പറയാം. കാരണം അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കും. അതോടൊപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ ഒരു കരിപ്പായി കഴിഞ്ഞ് ഇന്നത്തെ മാതിരിയല്ല. അന്ന് കുരിശുമണി കൊട്ടുക, നേരം കരിപ്പാകുമ്പോഴാണ് കുരിശുമണി കെട്ടുക. ഇന്ന് ടൈമിനാണ് കുരിശുമണി കൊട്ടണത്. അന്ന് വർഷകാലത്ത് വേഗം ഇരുട്ടാവുമ്പോൾ അപ്പോൾ കുരിശുമണി കൊട്ടും. ആ കുരിശുമണി കൊട്ടുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കർത്താവിൻ്റെ മാലാഖ ചെല്ലണം. അതാണ് നിർബന്ധം. പ്രാർത്ഥന എന്ന് പറയുന്നത് 53 മണി ജപമാണ്. അതിനുശേഷം ഒരു 8 മണിയോടുകൂടി 7:30 ഞങ്ങൾ പ്രാർത്ഥന ചെല്ലും. 53 മണി ജപം. അതിനുശേഷം ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുള്ളൂ. അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മ നന്നായതുകൊണ്ടാണ് ഞങ്ങൾ നന്നാവാൻ കാരണം. എനിക്കധികം വിദ്യാഭ്യാസമൊന്നുമില്ല. ഞങ്ങളിൽ കുറേ ആളുകൾക്കും വിദ്യാഭ്യാസം കുറവാണ്. എൻ്റെ താഴാദികൾക്ക് പിന്നെയും അല്പം വിദ്യാഭ്യാസം കൂടുതലുണ്ട്. ഞങ്ങൾക്കൊന്നും അതില്ല. ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലായിടത്തും പ്രവർത്തിക്കാറുണ്ട്. പിന്നെ പള്ളി സംഘടനകളായിട്ട് ഞങ്ങൾ കൂടുതൽ പ്രവർത്തിക്കാറുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു പള്ളി. അപ്പോൾ പള്ളിയും ഞങ്ങളും അടുത്തടുത്ത് എപ്പോഴും പള്ളിയിലേക്ക് പോകും. പള്ളിയായിട്ടുള്ള ബന്ധം കൂടുതലാണ്. അതുപോലെ സംഘടനയിൽ വഴിയാണ് ഞങ്ങൾ നാടകത്തിലൊക്കെ അഭിനയിക്കാറ്. അന്നൊക്കെ CL ജോസിൻ്റെ, മരടി രഘുനാഥിൻ്റെ അങ്ങനെയുള്ള നാടകങ്ങളാണ് അവതരിപ്പിക്കാറ്. പുറത്തുനിന്ന് വരിക കടലിൻ്റെ മക്കൾ. ആ നാടകത്തിലൊക്കെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പട്ട ചാഞ്ഞ് കിടക്കുമ്പോൾ ആ പട്ടയമോടെ ഒരു വെള്ളം ഒറ്റ വീഴുക എന്ന് പറഞ്ഞ് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. കാര്യം നിസ്സാരമാണ്, പക്ഷെ അന്ന് എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നി. അത് വലിയ അത്ഭുതമായിട്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. മഴ പെയ്യുന്നത് കാണാം സ്റ്റേജിൽ, അങ്ങനെ കാണും, ഇങ്ങനെ കാണും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ആദ്യകാലങ്ങളിൽ എനിക്ക് കലയോട് ഇത്തിരി താല്പര്യമാണ്. അന്ന് കൂടുതൽ മിമിക്രി, അതുപോലെ കഥാപ്രസംഗം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കാറുണ്ട്. കഥാപ്രസംഗമൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്ക് കഥ നമ്മൾ കണ്ടിരിക്കണ മാതിരിയാണ് അധികം കഥ പറയുമ്പോൾ തോന്നാറ്. പെരുന്നാളുകൾക്ക് ഞങ്ങൾ കൂടുതൽ നാടകം, ഗാനമേള അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ആലപ്പി തിയേറ്റേഴ്സിൻ്റെ ഒക്കെ നാടകമാണ് കൂടുതൽ വെക്കുക. അതുപോലെ കൊല്ലം അസീസിയുടെ അങ്ങനെ വലിയ വലിയ നല്ല നാടകങ്ങളൊക്കെ ഞങ്ങൾ തലൂര് വെക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പക്ഷേ ഈ മിമിക്രി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മിമിക്രി ഒല്ലുകാരാണ് കൂടുതൽ അവതരിപ്പിക്കാറ്. ആ മിമിക്രി കാണുമ്പോൾ എനിക്ക് കുറേ ശബ്ദങ്ങളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു കുറേ ശബ്ദങ്ങളൊക്കെ എടുക്കാൻ. സത്യത്തിലൊന്നും ചുവാവാറില്ല. എന്നാലും എനിക്ക് ആഗ്രഹം കൂടുതൽ. എന്തെങ്കിലും കാണുമ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹം. റംബാം പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, ഞാൻ ഏകദേശം ഒരു 6 വർഷമായി കാണും ഈ റംബാം പാട്ടിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് തന്നെ. കാരണം റംബാം പാട്ട് ഞാൻ ഇതിക്ക് മുന്നേ ഇങ്ങനെ ഒരു പേരെ കേട്ടിട്ടില്ല. തലൂര് റംബാം പാട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇവിടെ ഇരുന്നിരുന്ന അച്ഛനാണ് ജോഷി വെണ്ണാട്ട് പറമ്പിൽ. അച്ഛൻ അവിടെ ചെന്നിട്ട് റംബാം പാട്ട് പഠിപ്പിക്കലും അന്ന് എന്നെ ക്ഷണിച്ചിരുന്നു.
അവിടുത്തെ പിള്ളേർ, എൻ്റെ അനിയനൊക്കെ അതിൽ കളിക്കുക, എൻ്റെ അനിയന്മാർ കുറച്ച് ആൾക്കാരൊക്കെ അതിൽ കളിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ എന്നെ ക്ഷണിച്ചിരിക്കുക. അങ്ങനെ റംബാംപാട്ട് കണ്ടപ്പോൾ എനിക്കത് വലിയ സംഭവമായിട്ട് തോന്നി. ആ റംബാംപാട്ട് നമുക്ക് കളിച്ചെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് 6 വർഷമായി ശരിക്കും പറഞ്ഞാൽ ഞാനത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ റംബാംപാട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്കത് കളിക്കാനുള്ള അവസരം കിട്ടിയത്. താം തക 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 തോം തക 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 തെയ് തക 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 തിമൃതത്തെ താം തക 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 തോം തക 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 തെയ് തക 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 തിമൃതത്തെ. 2015 ജനുവരി 12-ാം തീയതി പപ്പായിമാലയുടെ ഏക നാമധേയത്തിലുള്ള ഏക ദേവാലയമാണ് കല്ലൂർ കിഴക്കേപ്പള്ളി. അവിടെ ഒരു വൈദികൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു നാടകം അവതരിപ്പിക്കാൻ അവസരം കിട്ടി. വിശുദ്ധ കോൾബെ. ഈ നാടകത്തിൽ 300-ൽ പരം ആളുകൾ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഈ അഭിനയിക്കുന്ന ആളുകൾ മുഴുവൻ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് എടുത്ത ആളുകളെ കൊണ്ടാണ് ഞങ്ങൾ അഭിനയിപ്പിച്ചത്. അഭിനയിപ്പിച്ചപ്പോൾ അഭിനയിച്ച ശീലമുള്ളവരും അതിലുണ്ടായിരുന്നു, ശീലമില്ലാത്തവരും അതിലുണ്ടായിരുന്നു. പക്ഷേ ഈ 300ഓളം ആളുകളും അതുപോലെ ശബ്ദത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഞങ്ങളുടെ അവതരണ ശൈലി ഇതെല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ പൊരിച്ചു എന്ന് തന്നെ പറയാം നാടകം. അങ്ങനെ ഗംഭീരമായി. അത് കഴിഞ്ഞിട്ട് ഈ നാടകത്തിൻ്റെ സംവിധാനം ചെയ്ത ആളുകളും ഇതിൻ്റെ വേണ്ടി പണിയെടുക്കുന്ന ആളുകളൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടകം പല ഇടവകളിലും കളിച്ചു, ഇത്രയും നന്നായി കളിച്ചത് ഇവിടെ തന്നെയുള്ളൂ. അത്രയും നന്നായി കളിച്ചു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ വികാരിച്ചനും ഞങ്ങൾക്കും ഒക്കെ നല്ല താല്പര്യം തോന്നി, ഇഷ്ടം തോന്നി. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയിട്ട് തുടങ്ങിയതാണ് കല്ലൂർ കലാനികേതൻ. ഇപ്പോൾ കല്ലൂർ കലാനികേതൻ പല തരത്തിലും ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ആയി കഴിഞ്ഞ പുൽക്കൂട്, ലൈവായിട്ട് പുൽക്കൂട്. ലൈവ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ, ഔസേ പുണ്യാളൻ, മാതാവ്, ആട്ടിടയന്മാർ, ആട്ടങ്ങൾ, കുതിര, ഒട്ടകം, ഇതൊക്കെ ജീവനുള്ള വസ്തുക്കളായിരുന്നു. ഉണ്ണി മാത്രം ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നു. ഉണ്ണീനെ ഞങ്ങൾക്ക് ഇതിലേക്ക് ജീവനുള്ളതാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ചെയ്തു. കുരിശിൻ്റെ വഴിക്ക്, അതുപോലെ ഓശാന ഞായറാഴ്ച കഴുതപ്പുറത്ത് യേശുവിനെ ഇരുത്തി നയിക്കണ ഭാഗങ്ങളും അതുപോലെ ഈ കുരിശിൻ്റെ വഴിക്ക് വേണ്ട കാര്യങ്ങളും ഞങ്ങൾ സജീവമായിട്ട് വേഷം അണിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ കലാനികേതൻ ചെയ്തിട്ടുള്ളത് റംബാൻ പാട്ടും മാർഗം കളിയാണ്. റംബാൻ പാട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലൊരു ചരിത്രമുണ്ട്. തോമസ് മാളിയേക്കൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ റംബാൻ പാട്ട് എഴുതിയത്. അത് തോമാസ് ലീഗ കേരളത്തിൽ വന്ന് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തതിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ കാരണം കൊണ്ടാണ് റംബാൻ പാട്ട് എന്ന് പറയാൻ കാരണം. സാക്ഷാൽ ദൈവം മുവരുവൻ താൻ മർത്തോമായുടെ സുഗതത്താൻ. സാക്ഷാൽ ദൈവം മുവരുവൻ താൻ മർത്തോമായുടെ സുഗതത്താൽ. സൂക്ഷ്മതയായി ചരിതം പാടുവാനായി ഇന്നടിയനു തുണയരുളണമേ. സൂക്ഷ്മതയായി ചരിതം പാടുവാനായി ഇന്നടിയനു തുണയരുളണമേ. പെരുമാച്ചോടൻ്റെ ആളായുള്ള ഒരാവാനോടു സഹിതം കൂടി അറബിയായിൽ കപ്പൽ കയറി മാലിങ്കര വന്നെത്തിയതാ. തായ് 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 തകൃത 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 തകൃത. അറിവിൻ പറവൻ മിശിഹാ കാലം 50 ധനുവും രാശിയതിൽ. അറിവിൻ പറവൻ മിശിഹാ കാലം 50 ധനുവും രാശിയതിൽ. റംബാൻ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങളിവിടെ സ്ഥിരം ഞങ്ങളുടെ നാടകങ്ങൾക്ക് ഡാൻസ് പഠിപ്പിക്കുന്ന മാഷാണ് ജോണി മലയാറ്റൂർ. അദ്ദേഹമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അദ്ദേഹം വന്നിട്ട് ഞങ്ങൾക്ക് ആഴ്ചയിൽ 2-3 ക്ലാസ് തരും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 6 മാസം 7 മാസത്തോളം ഞങ്ങൾ പഠിച്ചു ഈ റംബാൻ പാട്ട്. അത് പഠിച്ച് പിന്നെ അതിൻ്റെ വേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു ഇതും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ വീക്കഴുത്തായിട്ടുള്ള ഒരു കുപ്പായം, സാധാരണ അമ്മമാരുടെ കുപ്പായം പോലത്തെ ഒരു ഷർട്ടും ഒരു ഒറ്റ മുണ്ടും തോളിലൊരു മുണ്ടും അതുപോലെ ഒരു വെൻഡിങ്ങും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ സാധനം അരങ്ങേറ്റം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് അതിനുള്ള സമയം വേണം. ശരിക്കും പറഞ്ഞാൽ ജൂലൈ 3-നാണ് തോമാസ് ലീഗയുടെ ദിവസം. അന്നാണ് ഞങ്ങളിത് അരങ്ങേറ്റം നടത്തേണ്ടത്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതിൻ്റെ പേരിൽ മറ്റൊരു ദിവസം കണ്ടെത്താൻ നോക്കിയിട്ട് പറ്റാണ്ടായപ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു വൈദിക പട്ടം ഉണ്ടായിരുന്നു.
ആ വൈദിക പട്ടം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു ദിവസം ഈ ജനുവരി 1-ാം തീയതി ഈ റമ്പാമ്പാട്ടിൻ്റെ അരങ്ങേറ്റം നടത്തി. തത്തിന്ത തരികിടതിമൃതത്തെ കഥമൃതത്തെ തത്തിന്ത തരികിടതിമൃതത്തെ കഥമൃതത്തെ തത്തിന്ത തരികിടതിമൃതത്തെ കഥമൃതത്തെ. സാക്ഷാൽ ദൈവം മൂവരുവൻ താൻ മാതോമായുടെ സുഹൃതത്തായി സൂക്ഷ്മമതായി ചരിതം പാടുവ ദിന്നടിയനു തുണയരുളണമേ. സൂക്ഷ്മമതായി ചരിതം പാടുവ ദിന്നടിയനു തുണയരുളണമേ. പെരുമച്ചോഴനാളായുള്ളൊരവനോടു സഹിതം കൂടി അറബിയായിൽ കപ്പൽ കയറി മാല്യങ്കര വന്നെത്തിയതാ. മാർഗംകളി ഇവിടെയൊക്കെ നമ്മൾ കണ്ടുവന്നത് സ്ത്രീകളുടെ കലയാണ്. ശരിക്കും പറഞ്ഞ മാർഗംകളി നമ്മുടെ കലോത്സവങ്ങളിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികരൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ട് 1984 തോന്നുന്നു ഇതിന് അംഗീകാരം കിട്ടിയത്. അത് സ്ത്രീകളുടെ കലയായിട്ടാണ് അവിടെ കണ്ടിട്ടിരുന്നത്. സത്യത്തിൽ സ്ത്രീകൾ കളിക്കുന്നതിന് മുൻപ് പുരുഷന്മാർ കളിച്ചിരുന്നു എന്നാണ് പറയണത്. ചരിത്രം പറയണത് പുരുഷന്മാർ 12 ആളുകൾ വീതം കളിച്ചു എന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേ ദിവസം പെരുന്നാൾ ദിവസങ്ങളിലൊക്കെയാണ് ഈ കളികൾ കൂടുതൽ നടക്കുന്നത്. ഏത് റമ്പാമ്പാട്ടും നടക്കുന്നുണ്ട്, ഈ മാർഗം കളി നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ റമ്പാൻ പാട്ടും മാർഗം കളിയും തുടങ്ങിയത് തന്നെ കല്യാണങ്ങൾക്ക് അവസരം കിട്ടും എന്നുള്ള ധാരണയില്ല. കല്യാണത്തിന് സാധാരണ നമ്മളൊക്കെ ആളുകളെ വിളിക്കുന്നത് താലം പിടിക്കാനും കാര്യത്തിനും. ശരിക്കും പറഞ്ഞാൽ റമ്പാമ്പാട്ടിന് വേഷം അണിയണതും മാർഗം കളിക്ക് വേഷം അണിയണതും ഏകദേശം ഒരേ മാതിരിയാണ്. ഇവർ രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് താലം പിടിച്ച് പോയാൽ എന്താ ഭംഗിക്കുറവ്? നല്ല ഭംഗിയാണ്. അതുപോലെ റമ്പാമ്പാട്ട് ഒരു പ്രാവശ്യം കളിച്ച് കഴിഞ്ഞിട്ട് മാർഗം കളി ഒരു പ്രാവശ്യം കളിച്ചാൽ ഗംഭീരമാവുമെന്ന് എനിക്ക് തോന്നണേ. ഒരാളോ രണ്ടാളോ കല്യാണത്തിന് വിളിച്ചിതിങ്ങനെ ചെയ്താൽ പിന്നെ എല്ലാവരും ക്രിസ്ത്യാനികളുടെ കല്യാണത്തിന് മുഴുവൻ ഇതുണ്ടാവും എന്നാണ് എൻ്റെ തോന്നൽ. അത് ഭംഗിയാവും ചെയ്യും. മറ്റുള്ള സിനിമ ഡാൻസിനേക്കാളും കുറച്ചും കൂടി നന്നാവാൻ സാധ്യത ഇതാണ്. അപ്പോൾ ക്രിസ്തീയ കലകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു എന്നായി. ശരിക്കും പറഞ്ഞാൽ ഈ മാർഗംകളി ഇവിടെ പഠിപ്പിക്കാൻ തന്നെ കാരണം കുറേ പ്രായമായ സ്ത്രീകളുണ്ട്, നമ്മളുടെ അമ്മമാർ അവരെ കൊണ്ട് കളിപ്പിച്ച് അവരുടെ പഴയ കലകളെ പുറത്തു വരുത്തുക എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇത് തുടങ്ങി വെച്ചത്. സത്യത്തിൽ മാർഗം കളിക്ക് ഒരുപാട് പ്രായമുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കളിച്ചതും. നമ്മുടെ ക്രിസ്തീയ കലകൾ മുഴുവൻ വട്ടത്തിലാണെങ്കിലും ചവിട്ടുനാടകം ഒരു പ്രത്യേകതയുണ്ട്. ചവിട്ടുനാടകം എന്ന് പറഞ്ഞത് വർണ്ണപ്പകിട്ടുള്ള വേഷവിധാനം, അതിനുശേഷം നാടകം കളിക്കുമ്പോൾ ഈണി ചവിട്ടുക, ആ ചവിട്ട് കൊള്ളുമ്പോണ്ടാവണ ആ മുഴക്കം, അതാണ് ഇതിൻ്റെ പ്രാധാന്യം കൂടുതൽ. പോർച്ചുഗീസുകാരാണ് ഈ കല കേരളത്തിൽ കൊണ്ടുവന്നത്. ക്രൈസ്തവ കലകളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു കലയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ടുവന്ന് നമ്മുടെ മക്കളിത് കാണട്ടെ. മുറയതുമറിയും വാളിനാൽ പല വിദ്യയും അറിയും. 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 ഇന്നും നമ്മുടെ മുന്നിൽ ആരുമില്ലൊരു ധീരരുമില്ല. നമ്മുടെ മുന്നിൽ ആരുമില്ലൊരു ധീരരുമില്ല. ഉണ്ടെന്നിടുകിൽ ഞാനും ചിരസാറുത്തിടുവേനോ. ഉണ്ടെന്നിടുകിൽ ഞാനും ചിരസാറുത്തിടുവേനോ. നമ്മുടെ പല പല വിദ്യകളാൽ ജയിച്ചിടുമെന്നും നമ്മുടെ പടകൾ. നമ്മുടെ പല പല വിദ്യകളാൽ ജയിച്ചിടുമെന്നും നമ്മുടെ പടകൾ. മുറയതുമറിയും വാളിനാൽ പല വിദ്യയും അറിയും. മുറയതുമറിയും വാളിനാൽ പല വിദ്യയും അറിയും.
കിട്ടത് മൃതക തിലങ്കിത കിട്ടത് മൃതകത തീണത്തം. പരിചയും വാളും കയ്യിലേന്തി കളരിപ്പയറ്റിൻ്റെ വേഷം അണിഞ്ഞ് ആശാൻ പാടിക്കൊടുക്കുന്ന പാട്ട് ഈണത്തിൽ പാടി സാധാരണ വട്ടമിട്ട് കളിക്കുന്ന ഒരു കളിയാണ് പരിച മുട്ടുകളി. ഈ കളി ശരിക്കും സ്കൂൾ തലത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മത്സരവേദികളിലൊക്കെ അതുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ശരിക്ക് നമ്മുടെ ക്രിസ്തീയ കലകളായതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിന്റെ നാമം സ്തുതിപ്പാനും വന്നിപ്പാടും ഞങ്ങൾക്കിന്ന് തങ്കരുണ്യം തന്നിടേണേ ദൈവമാതാവേദവൃതേ. ഒട്ടു നല്ല കോടുകൂടി വെടിമഞ്ഞ പഞ്ചമേളം മുത്തുരത്ന കൂട പിടിച്ചേഴുന്നള്ളുന്നേതവൃതേ. എഴുന്നള്ള കോടുകൂടി പടിഞ്ഞാറ്റ് ഇടിച്ചപ്പോൾ കുരിശിന്ന് ബലം വെച്ച് കുമ്പിടുന്നേതവൃതേ. താഴ്ന്ന തലയിടവൃത മാർഗംകളി, അതുപോലെ റമ്പാമ്പാട്ട്, ചവിട്ടുനാടകം, പരിചമുട്ടുകളി ഇതൊക്കെ ക്രിസ്ത്യൻ കലകളാണ്. ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന കാലങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അന്യം നിന്ന് പോവാതിരിക്കാൻ നമ്മളൊക്കെ ഓരോരുത്തരും ശ്രമിക്കണം. നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാനിത് പറയാൻ കാരണം ക്രൈസ്തവ പ്രാചീന കലകളിൽ തോമാസ് ലീഗയുടെ ചരിത്രവും ബൈബിളിലെ കാര്യങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ആത്മീയതയുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മളുടെ കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യണത്? സിനിമാ പാട്ടുകളും പാട്ടിൻ്റെ അർത്ഥം അറിയാത്ത കാര്യങ്ങളും എല്ലാമാണ്. ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയണില്ല. ഇതൊക്കെ ആയിക്കോട്ടെ, മൊബൈലിലെ കളികളോ കാര്യങ്ങളോ എല്ലാം ആയിക്കോട്ടെ. എന്നിരുന്നാലും നമ്മുടെ ക്രിസ്തീയ കുറേ കലകളുണ്ട്. അതിനെ കൂടി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അവർ കാണിച്ചു കൊടുക്കണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവയൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ നമ്മളെങ്കിലും ഉയർത്തിപ്പിടിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഇതൊക്കെ കാണാമറയത്തായിരിക്കും. തോമാസ് ലീഹായുടെ ചരിത്രം പറയുന്ന റമ്പാൻ പാട്ടും മാർഗംകളിയും പാരമ്പര്യത്തിലൂടെ ചരിക്കുന്ന ചവിട്ടുനാടകവും പരിചമുട്ടുകളിയും നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. കാരണം അത് ക്രൈസ്തവ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന പരമ്പരാഗത കലകളാണെന്ന് നാം മനസ്സിലാക്കണം. സ്നേഹമുള്ളവര്, പഴയകാല കലാപ്രകടനങ്ങളും ഇന്നത്തെ കലാപ്രകടനങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം. പണ്ട് ഗ്രൂപ്പ് കൂടി കളിക്കുന്ന പരിശ്രമിട്ട് കളി, അത് മാർഗംകളിപ്പാട്ട്, റമ്പാം പാട്ട്, ഇതിനകത്തെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് ക്രിസ്തീയ പാരമ്പര്യം മറക്കാതെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ക്രിസ്തീയ മൂല്യങ്ങൾ മറക്കാതെ കൊണ്ടുപോകാൻ ഈ പാട്ടുകൾ, കളികൾ ഇതൊക്കെ നമ്മളെ സഹായിച്ചു. പുണ്യവാൻ ഇസഹാക്കിനുണ്ടായി 2 മക്കൾ, ഏശാവും യാക്കോബും. അത് മാർഗംകളിയിൽ അങ്ങ് പാടുമ്പോൾ നമ്മുടെ ഓർമ്മ പോകുന്നത് പൂർവ്വപിതാവായ ഇസഹാക്കിലേക്കും യാക്കോബിലേക്കും ഏശാവിലേക്കും ഒക്കെയാണ്. പഴയ നിയമം മുഴുവൻ മാർഗംകളിയായി കളിച്ചു തീർത്തവരുണ്ട്. പരിശ്രമിട്ടുകളിയിലുണ്ടായിരുന്നു ഇങ്ങനെയുള്ള രീതികൾ, റമ്പാമ്പാട്ടിലുണ്ടായിരുന്നു, തോമാമാർഗം. ഓരോ രീതിയിലും ബൈബിളും ക്രിസ്തീയ പാരമ്പര്യങ്ങളും ലോകത്തിൽ പതിപ്പിക്കുകയും മനുഷ്യന്റെ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്ത പരമ്പരാഗതമായ പാട്ടുകൾ, കളികൾ, നൃത്തങ്ങൾ ഇന്നും മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഈ മാർഗംകളി പാട്ടൊക്കെ, അതൊക്കെയുള്ള സിനിമ പോലും കാണാൻ ആൾക്കാർക്ക് ഒരു ആവേശമുണ്ട്. അത് കാണുമ്പോൾ ദേഹത്തിൻ്റെ പ്രകടനമോ വസ്ത്രത്തിൻ്റെ അലങ്കാരം ഒന്നുമല്ല, അതിൻ്റെ ആത്മസത്തയായ ആശയങ്ങൾ അത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് പതിച്ചു. ഒരുപക്ഷെ അതൊരു പുതിയ കാറ്റഗിസമായിരുന്നു. പഴയ കാലത്തെ വേദപാഠം പഠിപ്പിക്കലെന്ന് പറയുന്ന പോലെ ഒരു കാറ്റഗിസമാണ്. അപ്പം അങ്ങനെയുള്ളത് അങ്ങ് പോയി. ഇന്ന് അതിന് പകരം നമുക്ക് ദേഹം മൊത്തം കുലുക്കുന്ന ഡാൻസ്, ദേഹം വിറപ്പിക്കുന്ന ഡാൻസ്, പട്ടിയും പൂച്ചയും കാർന്ന് ശബ്ദം ഉണ്ടാക്കുന്ന ഡാൻസ്, ഇന്ന് വികാരങ്ങൾ മാത്രമായിട്ട് പല ഡാൻസുകളും മാറി. ആഴമുള്ള ഭരതനാട്യമൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചല്ല പറയുക. പൊതുവിൽ ഈ ഇളക്കമാണ്. ഡിസ്കോ, ബ്രേക്ക് അല്ലെങ്കിൽ DJ പാട്ട്, ഇതെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഓളങ്ങളാണ്. ആണും പെണ്ണും തമ്മിൽ ഇളകുന്ന രംഗങ്ങൾ, ആണുങ്ങൾ ദേഹമിട്ട് കുലുക്കുന്ന രംഗങ്ങൾ, പെണ്ണുങ്ങളുടെ ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങൾ ഒലിപ്പിച്ച് കാണിക്കുന്ന രംഗങ്ങൾ, ഇതെല്ലാം വന്നു കഴിയുമ്പം ആത്മീയ ചിന്തകളേക്കാൾ ഒരു ഉതപ്പിലേക്കും ജടിക വികാരത്തിലേക്കും നയിക്കുന്ന രീതികൾ ഇന്ന് വന്നു തുടങ്ങി. പണ്ട് മനുഷ്യൻ ആത്മാവിന് പ്രാധാന്യം കൊടുത്തു, ഇന്ന് ശരീരത്തിന് പ്രാധാന്യം കൊടുത്തു. നമ്മൾ ശരീരത്തെ മിനുക്കാൻ വേണ്ടി,
സുഖിക്കാൻ വേണ്ടി, രസിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശരീരത്തിൽ ചെയ്യുക. പക്ഷെ ആത്മാവിൻ്റെ കാര്യത്തിൽ സ്പീഡ് പ്രോഗ്രാം എല്ലാവരും വട്ടപൂജ്യം. ദൈവത്തിലേക്ക് തിരിയുന്ന മനുഷ്യരാകണം നമ്മൾ. അതിന് കലകൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കാലം മാറും തോറും ഇങ്ങനെയുള്ള പുരാതന കളികൾ, പാട്ടുകൾ, ഇത് കളയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കടമയാണ്. നമുക്ക് തീർന്നു പോയാൽ തീർന്നു, ചോർന്നു പോയാൽ ചോർന്നു, പിന്നീടൊന്നും ബാക്കിയില്ല. ഇപ്പം പുതിയ തലമുറ വളർന്നു വരുമ്പോഴും ഇങ്ങനെയൊന്നുണ്ടെന്നും പറഞ്ഞ് ഈ രീതിയിലുള്ള പാട്ടുകളും നൃത്തങ്ങളും കളികളും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുകയും അതിൽ ഇഷ്ടപ്പെടാൻ കൊച്ചു കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ വളർന്നു വരുമ്പോൾ ഈ കലകളെ സ്നേഹിക്കും, ഈ മൂല്യങ്ങളെ സ്നേഹിക്കും. അവിടെ നാവിലും തത്തിക്കളിക്കും പുരാതന പാട്ടുകൾ, അവിടെ നാളിലും തത്തിക്കളിക്കും ബൈബിൾ ആശയങ്ങൾ. അവരുടെ ജീവിതത്തിൽ സുവിശേഷ മൂല്യങ്ങൾ പടർന്നു കയറും. അതിന് ഈ ഗാനങ്ങൾ നമ്മളെ ഒരുപാട് സഹായിച്ചു. അന്നത് കേട്ട് രസിക്കാൻ ആൾക്കാരുണ്ട്, സന്തോഷിക്കാൻ ആൾക്കാരുണ്ട്. ഇന്ന് ഇങ്ങനെയുള്ള ഐറ്റം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓടി മാറും. നമുക്കിന്ന് സീരിയല്, സൂപ്പർ മിമിക്സ് പരേഡ്, ടി വി കാണുന്ന കൊച്ചു കൊച്ചു ഷോർട്ട് ഐറ്റംസ്, അതിലേക്ക് പോകും. അതേ സമയത്ത് ഒരു ബൈബിൾ കലാപ്രസംഗം, ഒരു ബൈബിൾ നാടകം, ഒരു ബൈബിൾ നൃത്തരംഗം, പരിശുമിട്ട് കളി, റമ്പാമ്പാട്ട്, നമ്മുടെ കോലടി കളി, ഇങ്ങനെ പലതുണ്ട്. അപ്പം ഇതിലൊക്കെയുള്ള ആ കലയും മൂല്യവും എമ്പാടി ഉപേക്ഷിച്ച് പുതിയ ഒരു ഇളക്കത്തിൻ്റെ നൃത്തത്തിൻ്റെ ലോകത്തിലേക്ക് മാറാനുള്ള വെമ്പൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്നതിന് പകരം നമുക്ക് സാധ്യമായ മേഖലകളിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാം, പള്ളിത്തിരുനാളുകളിൽ, സ്കൂളിൽ, സൺഡേ സ്കൂളിൽ, നമ്മുടേതായ അന്തരീക്ഷങ്ങളിൽ അത് കൊണ്ടുവരികയും അത് കളിപ്പിക്കുകയും അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലില്ലേലും ആ കല നശിക്കാതിരിക്കാൻ ആത്മാർത്ഥമായി കണ്ട് ആസ്വദിക്കുകയും ചെയ്യണം. അങ്ങനെ പഴയകാല മൂല്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന വിശദമായ ഗാനങ്ങളും കലകളും ഒന്നുകൂടെ നമ്മുടെ കുടുംബങ്ങളിൽ, സഭയിൽ, സമൂഹത്തിൽ ജനിക്കട്ടെ. അതിന് പുതിയ കുട്ടികളെ പരിശീലിപ്പിക്കുക, പഴയവരായ നമ്മളും അത് കണ്ട് ആസ്വദിക്കുക. മൂല്യങ്ങൾ നഷ്ടപ്പെടാത്ത ഒരു തലമുറയായി നമുക്ക് വളരാം. സിനിമാറ്റിക് ഡാൻസുകളുടെയും അർത്ഥശൂന്യമായ പാട്ടുകളുടെയും കടന്നുകയറ്റത്തിൽ നമ്മുടെ യുവതലമുറ വ്യാപരിക്കുമ്പോൾ നമ്മുടെ പരമ്പരാഗത കലകൾ യുവജനങ്ങളിലേക്കും അതുവഴി വരും തലമുറയിലേക്കും എത്തിക്കുവാനും നമുക്ക് കടമയുണ്ട്. നമ്മുടെ കലകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ മറ്റാരാണ് അത് ചെയ്യുക? നസ്രായ തനിമയിലേക്ക് ഒന്ന് തിരിച്ചു നടക്കാം, ക്രൈസ്തവ കലകളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായി. തനി നസ്രാണി ഇനി അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുതേ. തനി നസ്രാണി, ഷെക്യാന ന്യൂസ്, പട്ടിക്കാട് PO, മുടിക്കോട്, തൃശൂർ.